എങ്ങനെയെങ്കിൽ ഇത് ഒഴിവാക്കി കളയണം. അത് ഡിലീറ്റ് ചെയ്തു. മൂപ്പറ ഫോണിന്ന് മൂപ്പർക്ക് ഡിലീറ്റ് ചെയ്തു. പക്ഷെ ഇത് മൊത്തം പോകേണ്ട സാധനം അയാൾക്ക് അറിയില്ല. ഇനിയിപ്പോ ഈ കുടുംബങ്ങളോട് മുഴുവൻ അതിന് വിശദീകരണം കൊടുക്കേണ്ടി വരില്ലടാ. അത് അഡ്മിൻ എങ്ങനെയെങ്കിലും അത് ഒഴിവാക്കി കളയണം മൊത്തം. കൊണ്ടോ രക്ഷപ്പെട്ടു. പുറത്ത് അറിയില്ല ഡിലീറ്റ് ആക്കുന്നുണ്ട്. ഇനി മേലാല് ഇനി ആവശ്യമില്ലാത്തൊരു സമാധാന എന്തൊക്കെയാണ് ഇങ്ങനെ ഈ കാണിക്കണത് ഈ ഗ്രൂപ്പിനകത്ത്? ഈ സാധനങ്ങളൊക്കെ അതിനകത്ത് ഇതിപ്പോ ആരൊക്കെ കണ്ടിട്ടുണ്ടാവും അറിയാവോ? അധികാരൊന്നും കണ്ടിട്ടാ തോന്നുന്നു. എന്താ ഞാൻ കണ്ടിട്ടില്ല. ഒന്നും ചെയ്യണ്ട. ഒന്നും ചെയ്യണില്ല. അപ്പൊ രാത്രി ഉറക്കൊന്നുമില്ലേ? അപ്പൊ നിങ്ങളല്ലേ ഇട്ടത്? അതെ, ആരോ എന്റെ കയ്യിൽ കിട്ടും. ഞാനത് നിങ്ങളുടെ ഫോണിൽ നിന്നല്ലേ എനിക്ക് വന്നത്? അതെ, എനിക്കത് ശരിയായിട്ടില്ല, തെറ്റിപ്പോയത്. വേറെ ആൾക്ക് അയച്ചു കൊടുത്താണ്. അത് ഇതിലേക്ക് വന്നതാണ്. സ്ഥിരം പരിപാടിയാണ്, മാറിപ്പോയി. ഇനി ആരെങ്കിലും കണ്ടിട്ട് വല്ല കംപ്ലൈന്റും ഇതിനകത്ത് പറഞ്ഞ ഉറപ്പായിട്ട് നിങ്ങൾ രണ്ടുപേരും ഞാൻ റിമൂവ് ചെയ്യും. നീ ഇത് കണ്ടില്ലേ? കണ്ടു. ഇനി ഉണ്ടാവില്ല, അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. കുഴപ്പമൊന്നുമില്ല. എന്നാ ശരി വിട്ടോ. സത്യേട്ടാ, രാവിലെ വന്നിട്ട് ചോദിക്കുമ്പോ എന്റെ ഭാര്യ ചോദിക്കുന്നത് എന്തിനാ രാഘവട്ടം മതി? ഞാൻ എന്നാ പറയട്ടെ, ആലോചിച്ച് നോക്കി. നിനക്ക് കാര്യം പറഞ്ഞൂടെ? എന്നാ ശരി ശരി വിട്ടോ വിട്ടോ. നടക്ക്. സാധനം സ്റ്റോക്ക് ഉണ്ടല്ലേ? ഈ വാട്സാപ്പ് തോന്നും കുട്ടികളെ മാത്രമല്ല വഴിതെറ്റിക്കണ്, ഈ ജാതി മുതുക്കന്മാരും വഴിതെറ്റിക്കും. മുഖ്യമന്ത്രി സമരഗേറ്റിന് സമീപം തൈ നട്ടു. നാടാകെ വളരും ഇനി മുത്തശ്ശിമാവ്. ഓ, രാഷ്ട്രീയം ഓടാൻ തുടങ്ങി അതിൻ്റെ അകത്ത്. നമ്മൾ ഈ റെസിഡൻസ് അസോസിയേഷൻ ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, റെസിഡൻസിന്റെ കാര്യങ്ങൾ ഇടാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ അകത്ത് വേറെ ഒന്നും ഇടാൻ പാടില്ല, അതാണ് നിയമം. പക്ഷെ ഇപ്പം ഇവിടെ ചിലർ ഇതിൻ്റെ അകത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ലിങ്ക് ഒക്കെ ഇട്ടുണ്ട്. അത് ശരിയില്ല, അത് നടക്കൂല ഇവിടെ. അപ്പോൾ എന്താണെന്ന് വേണ്ട വെച്ചാൽ അത് ഇട്ടവർ അത് ഡിലീറ്റ് ചെയ്യണം നല്ലത്. അതാണ് നിയമം. ആ നിയമം ആരും തെറ്റിക്കണ്ട. അതെ, ഒരുപാട് റെസിഡൻസ് അസോസിയേഷനിലെ പ്രിയപ്പെട്ടവരെ, ഞാൻ പോയിന്റ് പറഞ്ഞു. അതാണ് നിയമം. ആ നിയമം ആരും തെറ്റിക്കണ്ട. അതെ, ഇത് ആരപ്പോ ഈ ചിലര്? ഞാൻ ഇപ്പൊ ഒരു പോസ്റ്റ് ഇട്ടതിന്റെ ഇപ്പൊ ഈ പറഞ്ഞേ, ഞാനൊരു നന്മ കണ്ടിട്ട് ഇട്ടാണ്. അല്ലാണ്ട് ഇപ്പൊ രാഷ്ട്രീയം പാർട്ടി ഉണ്ടോന്ന് വെച്ചിട്ടൊന്നും ഇട്ടതൊന്നല്ലേ. ഓരോരുത്തർ നല്ല ചെയ്യുമ്പോ അത് ആൾക്കാരെ അറിയണോ? അതിന് വേണ്ടിട്ട് തന്നെ. പിന്നെ ഇപ്പൊ രാഷ്ട്രീയം പറയരുത്, എവിടെയും ഉണ്ടായിരുത് എന്ന് പറഞ്ഞാൽ പിന്നെ എവിടെ ഇപ്പൊ ഇത് പറയല്? ഇതിനൊക്കെ തന്നെയാണ് ഇപ്പൊ ഈ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ അങ്ങോട്ടും കൂടെ ഒക്കെ പറയാൻ വേണ്ടിട്ട് തന്നെയാണ്. അല്ലാതെ ഒരു കാക്കാക്കുണ്ടപ്പത് അത്ര ഉറപ്പിന്റെ സംഭവം ഒക്കെ അപ്പ കൊടുത്തില്ലെങ്കിൽ ആ കോയ അന്നെ തന്നെ ഞാൻ ഉദ്ദേശിച്ചത്. അന്നെ തന്നെയാണ്. അയ്യ നിയമം തെറ്റിക്കാൻ പാടില്ലല്ലോ. ആ രാഷ്ട്രീയം ഇടാൻ പാടില്ല എന്നാൽ രാഷ്ട്രീയം ഇടരുത്. ഇപ്പൊ പറഞ്ഞില്ല എന്തോ നല്ല കാര്യം എന്റെ പാർട്ടി ചെയ്തെന്ന്. എടോ, നമ്മളെ പാർട്ടി ഒരുപാട് നല്ല കാര്യം ചെയ്യണ്ടോ? അതൊന്നും നമ്മൾ ഇട്ടില്ലല്ലോ എൻ്റെ അകത്ത്. ഞാൻ എന്താ ഇടാത്ത? നമ്മള് ഇതിൽ നിന്ന് നിയമം തെറ്റിക്കാൻ പാടില്ല. വല്ലാണ്ട് ആളാവണ്ട. ഞാൻ എന്റെ പാർട്ടി മാത്രം നല്ല കാര്യങ്ങൾ ചെയ്യണമെന്നൊന്നും എനിക്ക് പറയാൻ നിൽക്കണ്ട കേട്ടോ. ഗ്രൂപ്പിൽ ഇപ്പൊ ഈ പാർട്ടി പറഞ്ഞപ്പോ രാഘവേട്ടനും മണ്ടോതിനും കൂടിയിട്ട് പൂത്തിരുന്ന് പാട്ടോടായിരുന്നേ. ആ ഒരാൾക്കും കുഴപ്പമില്ല. ഒരു നല്ല കാര്യം ആൾക്കാരെ അറിയിക്കാന്ന് അതിനാണ് ഇപ്പൊ നിങ്ങൾക്കൊക്കെ വലിയ വിഷമം. നിങ്ങളൊരു വലിയ പാർട്ടിക്കാരെ മതകാർന്ന് വെക്കാറുണ്ട്. കോയ ഇജ്ജ് വല്ലാണ്ട് ചെലക്കണ്ടറാ കേട്ടോ. ഇജ്ജിപ്പോ ഒരു വർത്താനം പറഞ്ഞല്ലോ, രാഘവേട്ടനും മണ്ടോതിനും പാടിയെന്ന്. അത് പാട്ടാണ്, അത് സഹിക്കാൻ വെക്ക്. ഇത് രാഷ്ട്രീയമാണ്, ഇത് സഹിക്കാൻ പറ്റൂല. ഓരോരുത്തർക്കും ഓരോ രാഷ്ട്രീയമുണ്ട്, വ്യക്തിപരമായ രാഷ്ട്രീയമുണ്ട്. അതിൻ്റെ അകത്ത് കൂട്ടിക്കൊയക്കരുതെന്ന് ഞാൻ എന്നോട് പറഞ്ഞിട്ടുള്ളൂ. അനക്കത് ഡിലീറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ ഡിലീറ്റ് ചെയ്യാം. നീ ഡിലീറ്റ് ചെയ്യില്ലെങ്കിൽ അന്നെ ഈ ഗ്രൂപ്പിൽ നിന്ന് ഒഴിവാക്കണ കാര്യം ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. അത് ഞാൻ അഡ്മിനായിട്ട് സംസാരിച്ചോളാം. നമുക്ക് കാണണ്ട കാണുള്ള ചോറേ വെച്ച് പോടുന്നു.
കള്ള നായി ഇജ്ജ് ആരാന്ന് എന്റെ വിചാരോ? ഇജ്ജ് കാറിന് പോയക്കട കള്ള നായി ഹാമുക്കെ ബേജാലെ അന്നെ പോലെ ഒരുത്ത ഈ ഗ്രൂപ്പിൽ വന്നാൽ തന്നെ ഈ കുത്തിത്തിരിപ്പുണ്ടാവും. ഇവിടെ എല്ലാവർക്കും അറിയണ തന്നെയാണ്. മനസ്സിലാവുണ്ടോ? നിന്നെ പുറത്താക്കാൻ മാത്രം ഈ ആരാണ് കള്ള നായി? പോയിക്കാർന്ന് ഹാമുക്കച്ചി എന്നോട് വർത്താനം പറയാണ്ട്. ഓ ചേരക്കാൻ നിൽക്കണെങ്കിൽ ഇത് വേറെ ആരെങ്കിലും നോക്കണോ? പിന്നെ പുറത്താക്കണ്. ആ ഇത് പുറത്താക്കിയാ ഞാനങ്ങനെ പുറത്തേക്കാവുകയാണ്. കള്ള നായി. എടാ കോയ നാറിയെ ചെറ്റേ ഇജ്ജ് വല്ലാണ്ട് ചെലക്കണ്ട സൂറേ. എടാ അന്റെ പഴയ കഥകളൊക്കെ ഞാൻ എടുത്ത് നമ്മളെ ഗ്രൂപ്പിൽ ഇട്ടാണ്ടല്ലോ. ഇജ്ജ് നാറുയി കള്ള സൂറേ. ഇജ്ജ് ചീഞ്ഞതാണ്ട അന്ന ഞങ്ങൾ ഇല്ലാത്തടത്ത് ഒഴിവാക്കും. ഒഴിവാക്കിയാൽ ഈ ഗ്രൂപ്പ് നന്നാവും, ഈ റെഫറൻസും നന്നാവും. പോടാ അവിടുന്ന് കള്ളാക്കി മാറേ. ഓട കള്ള ബെജാല് ജിജ് ആരാളാ ഇജി? ഓ ഇജ് ചീഞ്ഞാന്റെ അടുത്ത് കളയല്. ചീഞ്ഞാന്റെ അങ്ങത്തെ ഈ ചാണാക്കുയ്യാണ് ഇജ്. ഇന്ന ചീന പറയണ്. ഈ ആരുടെ ചരിത്രം പറയുന്നത്? ഈ ചരിത്രം അങ്ങോട്ട് പറഞ്ഞ ഞാൻ അങ്ങോട്ട് വിളമ്പി തരും എനിക്ക്. മൊയ്തു, കോയ, നിങ്ങളോട് രണ്ടുപേരും സെക്രട്ടറി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് വാക്കുകൾ കുറച്ചുകൂടെ സഭ്യമായിട്ട് നിങ്ങൾ ഉപയോഗിക്കുക. ഈ ഗ്രൂപ്പിൽ നമ്മുടെ ഭാര്യമാരുണ്ട്, മക്കളുണ്ട്, മറ്റ് ബന്ധുമിത്രാദികൾ എല്ലാവരും ഉള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ മര്യാദയ്ക്ക് വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെ പേരിലും എനിക്ക് നടപടി കൈക്കൊള്ളേണ്ടി വരും. നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ഇതിനകത്ത് രാഷ്ട്രീയം പറയരുതെന്ന്. കോയക്കുള്ള പണി ഞാൻ പശുമ്പാലിന് ഞാൻ കൊടുക്കും, അത് ഉറപ്പാണ്. അതുപോലെ മണ്ടോതിരിന്റെ കാര്യത്തിൽ മണ്ടോതിരിന്റെ വായ ഒന്ന് മൂടിക്കെട്ടണം. ഇനി മണ്ടോതിരി പാടണ്ട. നിങ്ങൾ അഡ്മിനാന്നും പറഞ്ഞ് ഇങ്ങനെ കുത്തിരുന്നോളി. ഗ്രൂപ്പിലെ വിശേഷമൊക്കെ അറിഞ്ഞില്ല നിങ്ങൾ? എന്റെ മൊയ്തു, രണ്ട് കൈ മുട്ടിയാലേ ശബ്ദം കേൾക്കുള്ളൂ കേട്ടോ. നിങ്ങൾ ഇന്നെ വല്ലാണ്ട നിങ്ങൾ അസഭ്യത്തിന്റെ ഒരു കാര്യങ്ങൾ പറഞ്ഞില്ലേ? ഞാൻ എന്താ അസഭ്യം പറഞ്ഞേ? കോയല്ല അസഭ്യം പറഞ്ഞേ. ഓരോടാ പറഞ്ഞേ എന്റെ പേര് നിങ്ങൾ പരാമർശിക്കേണ്ട കാര്യമില്ലേ നിങ്ങൾക്ക്? നിങ്ങൾ രണ്ടാളും കണക്ക് തന്നെ. എന്ത് കണക്ക്? ഓൻ ഒലക്കമല വർത്താനല്ലോ ഓൻ പറയണത്. നിങ്ങൾ നേരത്തെ നമ്മള് ഗ്രൂപ്പിൽ തീരുമാനം എടുത്ത കാര്യമാണ് ഈ രാഷ്ട്രീയം നമ്മൾ ഗ്രൂപ്പിൽ പാടില്ലാന്ന്. അപ്പൊ ആ ലിങ്ക് ഇട്ട് എന്തിനാ? അതെ, ഇതിനുള്ള വഴി എന്താ ഞാൻ വഴി കണ്ടുപിടിക്കണം. ഞാൻ പരിഹാരം ഒഴിവാക്ക്, അത്ര വേണ്ടുള്ളൂ. ആകുന്നില്ല. ആ ഗ്രൂപ്പിൽ വേണ്ട. ഞാൻ ഒരു മെസ്സേജ് ഇട്ടോട്ടെ ഗ്രൂപ്പിൽ. നിങ്ങൾ ഇടി. കള്ളമായി അന്റെ മൂട്ടുകാലി ഞാൻ തല്ലി മുറുക്കും. കള്ള വെച്ചാലേ എന്താ മനസ്സിലാക്കിയത്? ഈ ഇനി ഒരു വാർത്താനം പറഞ്ഞിട്ടെങ്കിൽ അന്റെ കുടുംബം കയറി ഞാൻ തല്ലു. അറിയാൻ എനിക്ക് ഈ ആരോട് തലക്കണ ചേർത്തിട്ട് അന്യം തല്ലു, ഈ ഗ്രൂപ്പ് അഡ്മിനും തല്ലു, സകലത്തിനും തല്ലു കൊല്ലു ഞാൻ. വെച്ചാലേ എന്നോട് സംസാരിക്കാന്ന് നടക്കില്ല. കള്ളനായി കണ്ടോ ഓന്റെ സ്വഭാവം? തറ വർത്താനല്ലോ പറയണേ. എനിക്കറിയാം, തല്ലാണ് എനിക്കറിയാം. ഞാൻ പറഞ്ഞുതരാട്ടോ. ഞാൻ പ്രാന്തടിപ്പിക്കല്ലേ. പ്രിയപ്പെട്ട ഗ്രൂപ്പിലെ എക്സിക്യൂട്ടീവ് മെമ്പർമാർ കേൾക്കാനായിട്ടാണ് ഞാൻ ഇപ്പോൾ ഇടുന്ന വോയിസ്. ഈ വരുന്ന ബുധനാഴ്ച 4 മണിക്ക് നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ്റെ ഒരു എക്സിക്യൂട്ടീവ് മീറ്റിംഗ് വിളിക്കുകയാണ്. എല്ലാ എക്സിക്യൂട്ടീവ് മെമ്പർമാരും കൃത്യമായിട്ടും അതിൽ പങ്കെടുക്കണം. വളരെ ഗൗരവമായ കുറച്ച് കാര്യങ്ങളുടെ തീരുമാനം എടുക്കാനുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും കൃത്യമായിട്ട് എത്തണം. ബുധനാഴ്ചക്ക് വെച്ച് കാര്യമുണ്ടോ? തനിക്ക് തന്നെ പോലെ ജോലിയും കൂലി ഇല്ലാതിരിക്കണല്ലേ ഞങ്ങൾ. എനിക്ക് കടയിൽ ആളെ ഏർപ്പാടാക്കിയിട്ട് വേണം എനിക്ക് വരാൻ. സത്യശീലൻ ഓഫീസിൽ നിന്ന് എന്തെങ്കിലും പറഞ്ഞിട്ട് അയാൾക്ക് വരാൻ പറ്റൂ. ഇനി ഈ ബുധനാഴ്ചയിടയിൽ ഓൻ എന്തൊക്കെ ഇടങ്ങർ ഉണ്ടാക്കും നിങ്ങൾ നോക്കിക്കോളി. നിങ്ങൾ തമ്മിൽ ആയിക്കോ. എന്താ നിങ്ങൾ അഡ്മിനാണ്, ഒഴിവാക്കാൻ പറ്റൂലേ? മൊയ്തു, ഒരു പരിധി വരെയാണ് രാഘവേട്ടന്റെ വിഷയം ഒന്ന് സോൾവ് ചെയ്തത്. അതിനിടയ്ക്ക് അടുത്ത തലവേദനയും കൊണ്ട് വന്നേക്കാം. വയസ്സാകാലത്ത് അയാൾക്കൊക്കെ ഗ്രൂപ്പ് തുടങ്ങിയത് ഇത്തരം തലവേദന ഒന്നും ഞാൻ വിചാരിച്ചില്ല. മനുഷ്യരുടെ സ്വസ്ഥത നഷ്ടപ്പെടുത്തിക്കണം എല്ലാം കൂടി. ഈ തക്കാളി പെട്ടിയിലൊക്കെ ഉണ്ടല്ലോ, ഒരു തക്കാളി ചീഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി തക്കാളിനൊക്കെ ബാധിക്കും. അപ്പൊ ആ തക്കാളി എടുത്തോണ്ട് കളയാ. ഇതിപ്പോ 2 ചീഞ്ഞ എടുത്ത് കളഞ്ഞ പ്രശ്നമൊക്കെ തന്നെയാണ് നിങ്ങൾ ഉദ്ദേശിച്ചത്. തന്നെ പറഞ്ഞാൽ ഒന്നീ മനസ്സിലാവണം. ആയിക്കോട്ടെ. എന്താ വിവരവും ഇല്ല, വിദ്യാഭ്യാസവും ഇല്ല. ഇങ്ങനെയുള്ള കുറെ എണ്ണം ഗ്രൂപ്പിൽ, എല്ലാ ഗ്രൂപ്പിലോട്ട് ഇതുപോലെ കുറെ എണ്ണം. ബന്ധുവാര് ശത്രുവാര് അറിയില്ല. കള്ള നായിക്ക് ധാരപ്പത് എന്താ ഓൾക്ക് പറയാളോ ഇനിയിപ്പോ? ബന്ധുവാര് എന്റെ വാപ്പ എന്തിനു നിങ്ങൾ ഇങ്ങനെ ലഹള വിടുന്നു? അയ്യോ കുട്ടികളെ മാതിരി. അയ്യോ നമ്മളെപ്പം കാണേണ്ടവരല്ലേ. ഇതാ ഞാൻ നിങ്ങളെ ഈ ചൂട് തണുപ്പിക്കാൻ ഒരു കവിത പാടാം, എൻ്റെ സ്വന്തം കവിത. ആരു നീ ആരാമത്തിൽ അജ്ഞാതമേതോ നാമം ചൂടുവാൻ നിനക്കില്ല സൗവർണ കാന്തി സൂനം. നിൻ സഹയാത്രികരായി വന്നവരൊക്കെ വീണു മണ്ണടിഞ്ഞിതാ മുന്നിൽ കൂമ്പാരമായി നിൽക്കൂ. ഈ ചൈത്ര രജനിയും കുഞ്ഞിളം കാറ്റും വീണു മർമര മുതിർക്കുന്ന ചന്ദന പൊയ്ക തന്നിൽ
ചിറ്റോളം വിടർത്തിയ ലോലമാമുകൂളത്തിൻ ജനനം ക്ഷണീകമാണതുപോൽ മരണവും. ചങ്ങായി വയസ്സങ്ങത്ത് എന്തത്? ഹേയ് എന്തിനാ ഇങ്ങനത്തെ ആൾക്കാരുടെ ഇടയിൽ എന്തിനാ റബ്ബേ ഞാൻ ഈ ഗ്രൂപ്പിൽ ചേർന്നത്? അപ്പൊ ഞാൻ ആലോചിക്കും. എന്നാലും തുടങ്ങാം. ഓ എന്റെ ഒരു ഈശ്വര പ്രാർത്ഥന ഉണ്ട്. അയ്യോ മതിയേ, പാടിയെടുത്തോളം കേട്ടിടത്തോളം മതി. എന്തൊക്കെയാണ് നിങ്ങൾ കാണിക്കുന്നത്? തോന്നിവാസമാണ്, വെറും ശുദ്ധ തോന്നിവാസം. നമ്മൾ ഇത് ഗ്രൂപ്പ് തുടങ്ങിയിട്ട് 10-15 ദിവസം പോലും ആയിട്ടില്ല. അതിനിടയ്ക്ക് തമ്മിലടിയും ചീത്തവിളിയും വഴക്കും പരാതിയും പരിഭവവും. ഇതുപോലെ ഇത് കൊച്ചു പിള്ളേരെ ഗ്രൂപ്പ് ഇതിന് അന്തസ്സായിട്ട് പോകുന്നുണ്ട്. ഞാനിപ്പോ ഒരു പാർട്ടി പ്രവർത്തകനായിട്ട് പ്രവർത്തിക്കുന്ന ആളന്നെ. അതിലൊരു നല്ല കാര്യം കണ്ടാല് നാട്ടുകാർക്ക് അറിയേണ്ട കാര്യം വെച്ചാൽ പൊളിറ്റിക്സ് വേണ്ട ഇതൊരു കഷ്ടം. പൊളിറ്റിക്സ് അല്ലാതെ ഞാൻ ഒരു കാര്യം പറ്റേ, ഒരു രാഷ്ട്രീയ പ്രവർത്തനം ഒരു നല്ല കാര്യം ചെയ്യാൻ പാടില്ലേ? നിങ്ങൾ നല്ല ആൾക്കാരനെ അറിയിച്ചോണ്ടെന്നോ ഞാൻ ഒരു കലാകാരനാണ്. ഞാൻ കഷ്ടപ്പെട്ട് എന്തെങ്കിലും ഒരു വീഡിയോ എടുത്തിരിക്കാല് ആരും ലൈക്ക് ചെയ്തിട്ട് ആരെങ്കിലും ഇരിക്കുന്നത് കൊറേ ഇന്നത്തെ വീടിലോട്ട് മൊത്തം ലൈക്കൊണ്ടിരിക്കും. നേരം വെളുക്കുമ്പോ തന്നെ ഇളിഞ്ഞ മോന്തായിട്ട് ഗുഡ് മോർണിംഗ് പറഞ്ഞത് ദിവസം അങ്ങോട്ട് പോവോ? ഈ ചില ആൾക്കാർ എന്തെങ്കിലും മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ അന്നേരം കണ്ണുമില്ലാവും മൂക്കുമില്ലാവും വിട്ട് കുറെ ആൾക്കാർ വരും. ഞാൻ എത്ര ചിത്രങ്ങൾ ഇട്ടിട്ട് ഒരു മനുഷ്യന്മാരിലേക്ക് ഇത് നിങ്ങളുടെ കലാ കഴിവുകളും പ്രകടിപ്പിക്കാനുള്ള ഗ്രൂപ്പ് അല്ല ഇത്. കഴിഞ്ഞ ദിവസം ഒരു കുട്ടിക്ക് ബ്ലഡ് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഗ്രൂപ്പിൽ ഇട്ടിട്ട് നിങ്ങൾ ആരെങ്കിലും മൈൻഡ് ചെയ്തോ? തിരിയാൻ അങ്ങനെ ഈ രാഘവേട്ടൻ പോലത്തെ ആൾക്കാർ പാതിരാ കുത്തിന് ഇതിന്റെ അത് മാറാത്ത വീഡിയോ ഇടുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? ഇവർ തമ്മിലുള്ള പ്രശ്നത്തിന്റെ നല്ല കാര്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. സെക്രട്ടറി, ഞാൻ ബ്ലഡ് കൊടുക്കാഞ്ഞത് ഞാൻ ബി നെഗറ്റീവാ, എനിക്ക് കൊടുക്കാൻ പറ്റൂല. ബ്ലഡില് മാത്രല്ല മൊത്തത്തില് നെഗറ്റീവായി. ഞാൻ നെഗറ്റീവ് എങ്ങനെ തീരുമാനിക്കില്ല? ഞാൻ തീരുമാനിക്കും. എന്തിനാണ് ഇങ്ങനെ ബഹളുണ്ടാക്കണത് നിങ്ങള്? ഇത് നാളെ കാണണ്ടതല്ലേ? ഒരു റെസിഡൻസ് അസോസിയേഷന്റെ മീറ്റിംഗ് അല്ലേ ഇത്? നായ നടുക്കടലിൽ ചെന്നാലും നക്കിയെ കുടിക്കൂ. ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. മന്മത, എല്ലാവരും റിമൂവ് ചെയ്തിട്ട് ആ വാട്സപ്പ് ഗ്രൂപ്പ് അങ്ങ് ഡിലീറ്റ് ചെയ്യും. അതാണല്ലേ? അല്ല, ഗ്രൂപ്പ് ഡിലീറ്റ് ചെയ്ത എന്റെ സർഗവാസനയൊക്കെ ഞാൻ എവിടെ കൊണ്ടുപോയി കാണിക്കും? 4 ദിവസം കുടിക്കാണ്ട് എന്റെ വാസനയൊക്കെ എല്ലാവർക്കും. അതെ, ഇരുന്നേ. അതെ, ഈ പക്വതല്ലാത്ത ആളുകളെയും വെച്ചിട്ട് നമുക്ക് ഈ വാട്സാപ്പ് ഗ്രൂപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് നമുക്ക് ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. സുഹൃത്തുക്കളെ, ഈ ടെക്നോളജിയും സംവിധാനങ്ങളും ഒക്കെ വളർന്നു വരുന്നത് ആളുകളെ തമ്മിൽ ബന്ധിപ്പിക്കാനും നാട്ടിന് എന്തെങ്കിലും നന്മകൾ ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ്. അല്ലാതെ ഇതുപോലെ കടിപിടി കൂടുന്നതിന് വേണ്ടിയിട്ടല്ല. ഇനി ഏതെങ്കിലും കാലത്ത് നമുക്ക് നല്ല ബുദ്ധിയും നല്ല ബോധവും ഒക്കെ വരികയാണെങ്കിൽ അപ്പൊ നമുക്ക് ആലോചിക്കാം. അല്ല
എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ ഇഷ്ടപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളൊരു കാര്യം, ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, യൂട്യൂബിൽ മരമായും ഫുള്ളായിട്ട് കാണാനുള്ള ഒരു അവസരം ഇല്ലല്ലോ, എങ്ങനെയാണ് നിയാസെ അത് ഒന്ന് ഫുള്ളായിട്ട് കാണാനുള്ളത് എങ്ങനെയാണെന്ന് ചോദിക്കാറുണ്ട്. ഇനി മുതൽ മനോരമ മാക്സ് ഡൗൺലോഡ് ചെയ്തെടുത്താൽ മരമായം തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെയുള്ള മുഴുവൻ എപ്പിസോഡുകളും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കാണാൻ പറ്റും കേട്ടോ. അപ്പൊ ഇനി ഇങ്ങനെ ഒരു സംശയം വേണ്ട, മനോരമ മാക്സ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓക്കെ.